സ്റ്റോറിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ദ റിയൽ സ്റ്റോറിയിൽ സുബ്രഹ്മണ്യ ഭാരതിയെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. ഇന്ത്യയിലെ പ്രമുഖനായ കവി, സ്വാതന്ത്ര്യ സമര സേനാനി, അനാചാരങ്ങൾക്കെതിരെ പോരാടിയ സാമൂഹിക പരിഷ്കർത്താവ് എന്നീ നിലകളിൽ പ്രശസ്തനാണ് സുബ്രഹ്മണ്യ ഭാരതി. അദ്ദേഹം രചിച്ച കൃതികൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. കോൺഗ്രസിലൂടെയാണ് ഭാരതി രാഷ്ട്രീയ പ്രവേശനം നടത്തുന്നത്. 1908 അദ്ദേഹത്തിനെതിരെ ബ്രിട്ടീഷ് സർക്കാർ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയും അതേ തുടർന്ന് ഭാരതി പോണ്ടിച്ചേരിയിലേക്ക് പലായനം ചെയ്യുകയുമായിരുന്നു. 1918 വരെയുള്ള 10 വർഷക്കാലം ഭാരതി ജീവിച്ചത് പോണ്ടിച്ചേരിയിലായിരുന്നു. രാഷ്ട്രീയം, മതം, സാമൂഹികം എന്നിങ്ങനെ നിരവധി വിഷയങ്ങളിൽ ഭാരതി കൃതികൾ രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാവ്യരചനകൾ ഇപ്പോഴും സിനിമകളിലും കർണാടക സംഗീതത്തിലും ഉപയോഗിച്ചു വരുന്നുണ്ട്. തമിഴ്നാട്ടിലെ എട്ടയപുരത്തിൽ ജനിച്ചു. ചിന്നസ്വാമി സുബ്രഹ്മണ്യ അയ്യരും ലക്ഷ്മി അമ്മാളുമായിരുന്നു മാതാപിതാക്കൾ. മകൻ ഒരു എഞ്ചിനീയർ ആവണമെന്നായിരുന്നു പിതാവ് ചിന്നസ്വാമി സുബ്രഹ്മണ്യ അയ്യരുടെ ആഗ്രഹം. എന്നാൽ ഒരു സ്വപ്നജീവിയായിരുന്ന ഭാരതി പഠനകാര്യങ്ങളിൽ തീരെ ശ്രദ്ധിച്ചിരുന്നില്ല. തൻ്റെ 5ാമത്തെ വയസ്സിൽ ഭാരതിക്ക് അമ്മയെയും 16ാമത്തെ വയസ്സിൽ പിതാവിനെയും നഷ്ടപ്പെട്ടു. തിരുനെൽവേലിയിലുള്ള MDT ഹിന്ദു കോളേജ് എന്നറിയപ്പെട്ടിരുന്ന ഒരു സ്കൂളിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം. 7ാം വയസ്സിൽ തന്നെ കവിതകൾ രചിക്കാൻ തുടങ്ങി. 11 വയസ്സാവുമ്പോഴേക്കും വിദ്യാദേവി സരസ്വതിയുടെ മറ്റൊരു പേരായ ഭാരതി എന്ന നാമത്തിൽ അറിയപ്പെടാൻ തുടങ്ങി. 15ാം വയസ്സിൽ ചെല്ലമ്മാളെ വിവാഹം ചെയ്തു. വിവാഹ സമയത്ത് ചെല്ലമ്മാൾക്ക് 7 വയസ്സായിരുന്നു പ്രായം. 29 ഇന്ത്യൻ ഭാഷകളും 3 വിദേശ ഭാഷകളും ഉൾപ്പെടെ 32 ഭാഷകൾ ഭാരതി സ്വായത്തമാക്കിയിരുന്നു. 1898 മുതൽ 2 വർഷം വാരണാസിയിൽ താമസിക്കുകയും അവിടെ വെച്ച് സംസ്കൃതവും ഹിന്ദിയും പഠിക്കുകയും ചെയ്തു. വാരണാസി കാലഘട്ടത്തിൽ വെച്ചാണ് ഭാരതി ഹൈന്ദവ ആത്മീയതയുമായി അടുക്കുന്നത്. ദേശീയ പ്രസ്ഥാനത്തിലേക്കുള്ള കാൽവെപ്പും ഈ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു. തിരിച്ച് വന്നതിനു ശേഷം മധുരയിൽ അധ്യാപകനായി ജോലി ചെയ്തു. പിന്നെ ചെന്നൈയിൽ തമിഴ് പത്രമായ സ്വദേശമിത്രനിൽ പത്രപ്രവർത്തകനായി ജോലി നോക്കി. ഇന്ത്യ എന്ന തമിഴ് വാരിക പുറത്തിറക്കുകയും സ്വാതന്ത്ര്യത്തിനായി പ്രവർത്തിക്കുകയും ചെയ്തു. 1905 വാരണാസിയിൽ വെച്ച് നടന്ന കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സമ്മേളനത്തിൽ ഭാരതി മുഴുവൻ സമയവും പങ്കെടുത്തു. തിരികെ വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയാണ് ഭാരതി സിസ്റ്റർ നിവേദിതയുമായി പരിചയപ്പെടുന്നത്. അവരുമായുള്ള അടുപ്പം സ്ത്രീ ശാക്തീകരണത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ ഭാരതിയെ പ്രേരിപ്പിച്ചു. ബ്രിട്ടീഷുകാർ തടങ്കലിൽ ആക്കാതിരിക്കാൻ വേണ്ടി പോണ്ടിച്ചേരിയിലേക്ക് താമസം മാറ്റി. പോണ്ടിച്ചേരിയിലെ ജീവിതകാലത്താണ് അദ്ദേഹത്തിൽ നിന്നും പ്രധാനപ്പെട്ട രചനകൾ ഉണ്ടായത്. കൃഷ്ണനെ സ്തുതിച്ചുകൊണ്ട് കണ്ണഗീതങ്ങളും പാഞ്ചാലിയുടെ ശബദത്തെ അടിസ്ഥാനമാക്കി പാഞ്ചാലി ശബദവും രചിച്ചു. കുയിൽപ്പാട്ട് എന്ന കൃതിയും രചിച്ചു. 1918 പോണ്ടിച്ചേരി വിടുകയും തടങ്കലിലാവുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ വിട്ടയച്ചു. അതിനുശേഷം ഭാര്യയുടെ ജന്മനാട്ടിൽ താമസം തുടരുകയും രചനകൾ തുടരുകയും ചെയ്തു. സുബ്രഹ്മണ്യ ഭാരതി കൃഷ്ണനെ കൂടാതെ അള്ളാഹുവിനെയും ക്രിസ്തുവിനെയും മറ്റ് ദൈവങ്ങളെയും പറ്റി കൃതികൾ രചിച്ചു. കവിത കൂടാതെ ചെറുകഥകളും പ്രബന്ധങ്ങളും രചിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഭാഷകൾ കൂടാതെ ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ജർമ്മൻ, റഷ്യൻ എന്നീ ഭാഷകളിലേക്കും ഭാരതിയുടെ കൃതികൾ തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. 1921 സെപ്റ്റംബർ 11 തന്റെ 39ാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. ദിവസവും ദർശനത്തിന് പോയിരുന്ന തിരുവള്ളിക്കേണി പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ വെച്ച് ഒരു കൊമ്പനാനയുടെ അടിയേറ്റതായിരുന്നു മരണകാരണം. സുബ്രഹ്മണ്യ ഭാരതിയുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.